ഒന്ന് ആലോചിച്ച് നോക്കാം, തോണി എടുത്ത് ഇറങ്ങിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കെ. ഇങ്ങനെ 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 കയറുന്ന അതിൻ്റെ ഉള്ളിൽ കുടുങ്ങൂലേ? അജാതി തെരയാണ് മക്കളെ, തെരാന്ന് പറഞ്ഞാൽ 1.5 തെര. അപ്പോൾ സുഹൃത്തുക്കളെ, ബേപ്പൂരിൻ്റെ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് ഞങ്ങൾ ആസ്വദിച്ച്. കാരണം ആളുകളില്ല കേട്ടോ, ഇവിടെ റെഡ് അലർട്ടാണ്. ഇവിടുന്ന് ഒരു 500 മീറ്റർ അപ്പുറത്താണ് ചാലിയം. അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, അവിടെ റെഡ് അലർട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ തിരമാലകൾ ഭയങ്കര ഫോഴ്സിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ മലപ്പുറത്തേക്ക് മടങ്ങുന്ന വഴി ഞങ്ങൾ ഫറൂഖ് പാലത്തിൻ്റെ മുകളിലൂടെയാണ് വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറമാണ്. കാരണം അത്രയേറെ ലൈറ്റുകളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ലവ് ഫറൂഖ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വല്ലാത്തൊരു വൈബാണ് ഈ ഒരു പാലത്തിലൂടെ പോകുമ്പോൾ കേട്ടോ. കാരണം ഓരോ ആളുകളും വീഡിയോ കാണുമ്പോൾ കാണാൻ കൊതിക്കുന്ന ഒരു സ്ഥലമാണ് ഫറൂഖ് പാലം എന്ന് പറയുന്നത്. കാരണം ഏകദേശം ഒരു 200-300 മീറ്റർ ദൂരം ഉണ്ടെങ്കിലും പക്ഷെ ആ ഒരു 300 മീറ്റർ ദൂരം എന്ന് പറയുന്നത് അസാധ്യ കാഴ്ചയാണ്. ഒരു എന്താ പറയുക, ലൈറ്റുകൾ ഇത്ര ഒരു മണിയറിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു പ്രതീതിയാണ് ഈ ഒരു പാലത്തിലൂടെ പോകുമ്പോൾ കിട്ടുന്നത് കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫറൂഖ് പാലത്തിലൂടെ ഒന്ന് പാസ് ചെയ്ത് പോകും. അതും എപ്പോൾ ഈവനിങ്ങിൽ പോകാട്ടോ. വൈകിട്ട് ഒരു 7 മണി അല്ലെങ്കിൽ ഒരു 6-7 മണിൻ്റെ ഉള്ളിൽ ഇരുട്ടാവുന്ന സമയത്താണ് ഈ ഒരു പാലത്തിലൂടെ പോകുമ്പോൾ ഈ ഒരു വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് അത്രയേറെ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞങ്ങൾ മാക്സിമം വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല മഴയായിരുന്നു പുറത്ത്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിസ്റ്റർബ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മഴ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല വൈബ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒന്ന് ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നു.